നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ മാറിപ്പോകട്ടെ. മാനസികമായ പ്രശ്നമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒത്തിരി പേർക്ക് മനോദുഃഖം കൂടുതലാണ്. ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ പ്രധാനപ്പെട്ടതാ മനസ്സിൻ്റെ ആരോഗ്യവും. ഇന്നൊത്തിരി പേർക്ക് മനസ്സിൻ്റെ ആരോഗ്യം കറക്റ്റല്ല. ഒത്തിരി പേർക്ക് ഡിപ്രഷനുണ്ട്, മാനസിക പ്രശ്നങ്ങളുള്ളവരുണ്ട്, ഡൗൺ ആകുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ആരെങ്കിലുമൊക്കെ പുറത്താക്കിയോ? ഭാരപ്പെടണ്ട. ദൈവം നിന്നെ കാണുന്നുണ്ട്. ദൈവം നിന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. തളരുമൊന്നും വേണ്ട കേട്ടോ. വിഷമിക്കൊന്നും വേണ്ട. മനസ്സ് വല്ലാണ്ടാവുമൊന്നും വേണ്ട. ഒരു ദോഷവും വരത്തില്ല. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകട്ടെ. സമാധാനം ഉണ്ടാകട്ടെ. നന്മയായിട്ടുള്ളത് വരട്ടെ. ഒരു ദോഷവും വരത്തില്ല, ഒരു തിന്മയും വരില്ല. ദൈവത്തിൽ വിശ്വസിച്ചാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ മാറും. പിള്ളേരുടെ ജീവിതം അനുഗ്രഹമാവും. ആ ജോലിയിൽ പ്രമോഷൻ കിട്ടും. ആ രോഗസൗഖ്യമാകും. ആ ഓപ്പറേഷൻ കാര്യങ്ങൾ ദൈവത്തിൻ്റെ കരം അവിടെ പ്രവർത്തിക്കും. എത്രയും പെട്ടെന്ന് ആരോഗ്യത്തോടെ നീ ചാടി എഴുന്നേൽക്കും. ആ പിള്ളേരുടെ വിവാഹം ഏറ്റവും മനോഹരമായി നടക്കും. അനുഗ്രഹമുള്ളൊരു തലമുറയെ ദൈവം തരും. ആ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറും. ആ കടബാധ്യത മാറും. ആ ലോൺ അടയ്ക്കാൻ ഇടവരും. പിള്ളേരുടെ ഫീസ് അടയ്ക്കാൻ കഴിയും. വിവാഹം നടക്കും. നല്ല തീരുമാനങ്ങൾ എടുക്കും. പുതിയ ശുശ്രൂഷകൾ ഉണ്ടാകും. വഴിത്തിരിവുകൾ ഉണ്ടാകും. സ്ഥാനക്കയറ്റം ലഭിക്കും. പ്രമോഷൻ ലഭിക്കും. ശമ്പള വർധനവുണ്ടാകും. സമാധാനമുള്ള അന്തരീക്ഷം ഉണ്ടാവും. പിണക്കം മാറും. ആ അകൽച്ച മാറും. ആ തെറ്റിദ്ധാരണ മാറും. സമാധാനം നിറയട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഇന്ന് കേട്ട വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് കേട്ട വചനം നിങ്ങളെ സഹായിക്കും. ഇന്ന് കേട്ട വചനം എൻ്റെ ജീവിതമാണ്, അനുഭവമാണ്. സാധ്യമായ എല്ലാവരോടും ഈ വചനം കൊടുക്കണം. ഇതൊരു സൗഖ്യമായി മാറുന്ന വചനമാണ്. ഈ വചനം അനേകർക്ക് കൊടുക്കാനിടയാകട്ടെ. വചനം കേൾക്കുന്ന, വചനം അയച്ചു കൊടുക്കുന്ന, എഴുതി വച്ച സകലരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ആമേൻ.